റൈറ്റ്. സോ കഴിഞ്ഞു നമ്മുടെ ബോൾഗാട്ടിയിലെ പരിപാടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ കാറിൻ്റെ അങ്ങോട്ട് വന്നു. സരുൺ പടി ഇവിടെ കാറിൻ്റെ അടുത്ത് ഇപ്പോണ്ട്. യെസ് വണ്ടിയടുത്തോളം ഓൾവേസ് ദി ഡ്രൈവർ ഓഫ് ദി സീൻ. അപ്പോൾ നമ്മളിനിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം ബോബിച്ചേട്ടൻ്റെ കള്ള് ഷാപ്പിലേക്ക്. അവിടെ പോയി കുറച്ച് കള്ളും കപ്പയും കൊഞ്ചൊക്കെ അടിച്ച് പൊളിക്കാം. അല്ല സാറിനെ സാറും റെഡിയാം. ശരി ഗൈസ്. സോ ഗൈസ് ഫൈനലി ഞങ്ങൾ ബോച്ചെ ടോഡി ഷോപ്പിലോട്ട് എത്തിയത് ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2:30. നല്ല വിശപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വിശപ്പ്. ഫസ്റ്റ് ടൈമാണ്. ചെല്ലട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ, വൈബും കാര്യങ്ങളും ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. യെസ്. പൂന്തേനും പൂങ്കാറ്റേ ആടിപ്പാടാത്തിയും പോരാമോ ആരിയൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകന്നേ വരാം ചെല്ലപ്പൂ ചെല്ലുന്നു കൂടെ കൊണ്ടും വരാം രാവിൽ പൂന്തേനും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ തീരത്തെ ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു കുമരി പെയ്യുമ്പോൾ ആരാമമാകുന്നു. സോ ഗൈസ് ഇപ്പോൾ ബോച്ചെ ടോഡി ഷോപ്പിലാണ്. എന്താ വൈബല്ലേ, എന്താ സൂപ്പർ രക്ഷയില്ല കണ്ട. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. പാൽക്കപ്പ, കക്ക, പിന്നെന്തായിരുന്നു കൂന്തൽ തവ, പിന്നെ എല്ലാം നല്ല ഫുഡായിരുന്നു. ഒരു രക്ഷയില്ല, നല്ല വൈബ്. നല്ല ഭക്ഷണം കഴിച്ചിരുന്നാൽ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ആ പാട്ടൊക്കെ കേട്ടിരുന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ജോർജേ പൊളിയായിരുന്നില്ലേ? സമയം പോണ അറിയാമല്ലേ ഇരുന്നിട്ട്. അതൊരു നന്ദി പറയാനുള്ളത് മിസ്റ്റർ ബോബി ചന്ദ്രനോടാണ്. ഇതേപോലത്തെ ഒരു സംരംഭം തുടങ്ങിയത് സെറ്റപ്പാണ്. അതെ, അതന്നെ. ഇവിടെ നമുക്ക് ജ്യൂസ് കൗണ്ടർ ഉണ്ട്. പിന്നെ നമ്മളിവിടെ കഴിക്കണം മീനൊക്കെ സീനില്ല. ഓക്കെ. അതൊക്കെ പോട്ടെ. ഈ കുൽഫി അവിടെ നിന്ന് കിട്ടി. ഇതുകൂടി ഉണ്ടോ? ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് പറഞ്ഞ അപ്പൊ ശരി. നല്ല എരിവൊക്കെ കഴിച്ച് ഒട്ടും അത് പറ്റാത്ത ആൾക്കാർക്ക്, എരിവ് പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പോൾ എരിവ് കഴിച്ച് നമുക്ക് അതിൽ നിന്നൊരു റിക്കവറി വേണമെന്നുണ്ടെങ്കിൽ ഇതേ കുൽഫിയും സെറ്റാണ്. വാങ്ങി കഴിക്കുക. അടിപൊളി വാക്ക് വേ, ഇതിൽ കൂടെ നടക്കാം. ഇതാണ് എല്ലാം കഴിഞ്ഞ് ജോർജ് ചൂണ്ടയിലോട്ട് കിടന്നേക്കാണ്.
പക്ഷേ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, വെറുതെ ചുമ്മാ ഇങ്ങനെ കാണിക്കണതാണ്. വലിയ കഥയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ. അതന്നെ, കൊമ്പനെ പിടിക്കാനുള്ള സെറ്റപ്പിലാണ് ആള് നിക്കണത്. അവിടെ ഒരു ബോട്ടാണോ എന്താ സംഭവം? പാലല്ല, അതിന്റെ തൊട്ട് താഴെ ഒരു സാധനം കിടക്കണണ്ട, മീനെ പിടിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. വരാൻ വേണ്ടി. ഇവിടെ ഫുഡ് മാത്രം കഴിക്കാനല്ല, അതെ അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമുക്കവിടെ കോംപ്ലിമെന്റ് ആയിട്ട് നമുക്കവിടെ ബോട്ട് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ബോട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാം അല്ലേ. ബോട്ടിൽ കയറണോ? അവിടെ ബോട്ടുണ്ട്. കിട്ടിയോ ഉറഞ്ഞ മീന? ആ, ബില്ലിന്റെ പാതി സെറ്റാക്കാന്നുള്ളേ. നമ്മ ഇവിടുന്ന് നടന്നു വരുമ്പോ തന്നെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ഹട്ടുകൾ ഇവിടെ ഉണ്ട്. ചൂസ് ചെയ്യാം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. നല്ലൊരു ആംബിയൻസ് ആണ്, ഒരു ആംബിയൻസിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ ഹട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കേ, അപ്പൊ എങ്ങനെ പരിപാടി എന്ത് വേണമെങ്കിലും ഞാൻ പറയണില്ല, കാരണം സൗണ്ട് വർക്കുള്ളതുകൊണ്ട്. പിന്നെ പോണ വഴിക്കൊന്ന് വേണമെങ്കിൽ മറൈൻ ഡ്രൈവിലും കയറി ഒരു ചായം കൂടി കുടിച്ച് നേരെ വീട്ടിലോട്ട്. പക്ഷെ അതിന് മുന്നേ പറയാണ്ടിരിക്കാൻ വയ്യ, ഇത്ര നല്ലൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് തന്നെ ഇനി ബോബി ചെമ്മണ്ണൂരിനോട് വളരെയധികം നന്ദിയാണ്. കാരണം ഇപ്പൊ ബാക്കിയുള്ളവരെന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിവിടെ വരുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര സന്തോഷവും സമാധാനം കിട്ടുന്ന സ്ഥലമാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കൃഷി. അതായത് ആൾക്കാരുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളി. സോ ബോബി ചെമ്മണ്ണൂർ, താങ്ക് യു സോ മച്ച്. പിന്നെന്താ, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനാണ്. കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സരുൺ ബ്രോനെ ഇത് കാണിച്ചു കൊടുത്തു, പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കേട്ടതിൽ ഭയങ്കര സന്തോഷം. ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ഇവിടെ, ഇനിയും നമ്മളുടെ ഒരുപാട് നല്ല വീഡിയോസ് പുറത്തിറങ്ങുന്നതായിരിക്കും. സോ കാണുക, പ്രോത്സാഹിപ്പിക്കുക, രക്ഷപ്പെടുത്തുക.